എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പം ഇപ്രാവശ്യത്തെ ന്യൂസിൽ നമ്മൾ ആദ്യത്തെ ന്യൂസ് നോക്കാൻ പോകുന്നത് എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് പേജിലുണ്ടായിരുന്നതാണ്. അത് ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ ഷോഡ് യെറ്റ് നോ റിലീഫ് ഓൺ ലൈക്ക് ഇൻഫ്ലേഷൻ കുറഞ്ഞു, പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ ഉള്ള റേറ്റുകളും അങ്ങനത്തെ കാര്യങ്ങളും ഫുഡ് ബിൽസിൽ അതിലൊരു റിലീഫും ഇല്ല എന്നാണ് ന്യൂസ് പറഞ്ഞത്. ഓക്കെ, അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇതായിരുന്നു. റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഡേറ്റയിൽ നമുക്ക് മോഡറേഷൻ അല്ലെങ്കിൽ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഫുഡ് ഇൻഫ്ലേഷൻ ഇപ്പോഴും കൂടിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ സാറ്റർഡേയിലെ ന്യൂസിലും ഇങ്ങനൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ഇൻഫ്ലേഷനും ഫുഡിൻ്റെ റേറ്റും തമ്മിലുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മോണിറ്ററി പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ന്യൂസിൽ നമ്മൾ ഓൾറെഡി മോണിറ്ററി പോളിസിയും അതിൻ്റെ ഇൻസ്ട്രുമെൻസും ഒക്കെ നമ്മൾ നോക്കിയുകൊണ്ട് ജസ്റ്റ് ഇൻഫ്ലേഷൻ എന്താണെന്നും ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷനും അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നും അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ CPI കാൽക്കുലേഷൻ നോക്കിയിട്ടുണ്ട്. എന്നാലും അണ്ടർസ്റ്റാൻഡിങ് ദ കാൽക്കുലേഷൻ ആൻഡ് കമ്പോണൻസ് ഓഫ് ഇന്ത്യസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, അനലൈസിങ് ട്രെൻഡ്സ് ഇൻ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ, ഫുഡ് ഇൻഫ്ലേഷൻ ആൻഡ് ദെയർ ഡൈവേർജൻസ് ബിറ്റ്വീൻ urban ആൻഡ് റൂറൽ ഏരിയാസ്, appreciating the impact of external factors like heat waves, crude oil prices, പിന്നെ ഗ്ലോബൽ ഡിസ്ക്രിപ്പൻസീസ് എല്ലാം വരുമ്പോഴേക്കുള്ള ഇൻഫ്ലേഷൻ്റെ ചേഞ്ചസ്, പിന്നെ RBIയുടെ RBI ഫങ്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഇൻഫ്ലേഷനിൽ എങ്ങനെ മാറ്റം വരുത്തുന്നു, പിന്നെ ഫുഡ് പ്രൈസ് ഇൻഫ്ലേഷനും അതിൻ്റെ സബ് കാറ്റഗറീസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കും. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോഴേക്കും ഓവർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ എന്താണ് ഒരു സാധനത്തിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അതായത് ആദ്യമേ ഇത് 100 രൂപയാണെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ അത് 110 ആവുകയാണെങ്കിൽ 10% ആണ് കൂടിയേക്കുന്നത്, അതാണ് 10% ആണ് ഇൻ ഇൻഫ്ലേഷൻ. അപ്പോൾ ആ റേറ്റ് കൂടുതൽ അല്ലെങ്കിൽ വിലക്കയറ്റം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇൻഫ്ലേഷൻ ഈസ് എ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പ്രൈസസ് ഓവർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം എൻകോമ്പസിങ് എ ബ്രോഡ് മെഷർ ഓഫ് ഓവറോൾ പ്രൈസ് ഇൻക്രീസ് ഓർ ഫോർ സ്പെസിഫിക് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഇറ്റ് റിഫ്ലെക്ട്സ് ദ റൈസിങ് കോസ്റ്റ് ഓഫ് ലിവിങ്. അപ്പം അതായത് എന്താ, നമ്മുടെ ജീവിത ചെലവുകൾ. അപ്പം നമുക്കറിയാം, ഇപ്പം പെട്രോളിൻ്റെ റേറ്റ് കൂടുമ്പോഴേക്കും ട്രാൻസ്പോർട്ടേഷൻ്റെ റേറ്റ് കൂടും. അപ്പോൾ പെട്രോളിൻ്റെ റേറ്റ് കൂടുമ്പോഴേക്കും എന്താ, നമ്മുടെ ഈ ഗുഡ്സും സാധനങ്ങളും കൊണ്ടുവരുന്ന സാധനത്തിൻ്റെ ആ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന റേറ്റ് കൂടും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഈ പച്ചക്കറികളുടെ റേറ്റും കൂടും. ഓക്കെ, അപ്പം നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് അതനുസരിച്ച് കൂടുകയാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഇൻഫ്ലേഷൻ നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു എക്സാമ്പിളാണ് അത്. റിലവൻസ് ആൻഡ് ഇമ്പാക്ട്സ് ഓഫ് ഇൻഫ്ലേഷൻ. ഒന്നെന്ന് പറയുന്നത് പ്രൈസ് സ്റ്റെബിലിറ്റിയാണ്. അപ്പോൾ ഒരു മോഡറേറ്റ് ഇൻഫ്ലേഷൻ നല്ലതാണോ? ഇൻഫ്ലേഷൻ നല്ലതാണോ എന്നുള്ള ചോദ്യം ചോദിക്കുവാണെങ്കിൽ ഇൻഫ്ലേഷൻ ആക്ച്വലി നല്ലതാണ്, പക്ഷേ ഒരു മോഡറേറ്റ് ലെവലിൽ വേണം നമുക്ക് ഇൻഫ്ലേഷൻ വരേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു മോഡറേറ്റ് ലെവലിലുള്ള ഇൻഫ്ലേഷൻ ആണെങ്കിൽ അത് ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം മെയിൻറ്റെയിനിങ് മോഡറേറ്റ് ഇൻഫ്ലേഷൻ ഈസ് ഓഫൺ സീൻ ആസ് എ ഡിസൈറബിൾ ഫോർ എക്കണോമിക് സ്റ്റെബിലിറ്റി, എൻകറേജിങ് സ്പെൻഡിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. സെൻട്രൽ ബാങ്ക് പോളിസി ടൂൾ എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് RBI ഒക്കെ മോണിറ്ററി പോളിസി ടൂൾസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ന്യൂസിൽ നമ്മൾ പറഞ്ഞാണ് റെപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് ഇൻഫ്ലേഷനും ഒക്കെ കൺട്രോൾ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 4 ± 2 ആണ് RBIയുടെ മറ്റേ ഇൻഫ്ലേഷൻ ഈ റേറ്റ് വരുന്നത്. അപ്പോൾ ഈ ബ്രാക്കറ്റിനുള്ളിലായിരിക്കണം ഇൻഫ്ലേഷൻ കൊണ്ടുവരേണ്ടത്. അപ്പോൾ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ ഇൻഫ്ലുവൻസസ് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് പ്രൊവൈഡിങ് എ മോർ ആക്യുറേറ്റ് മെഷർ ഫോർ ട്രൂ കോസ്റ്റ് ഓഫ് ബോറോയിങ് ആൻഡ് റിട്ടേൺ ഓഫ് സേവിങ്സ്. അതായത് ഇൻഫ്ലേഷൻ കൂടുമ്പോഴേക്കും ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ച് വരും. അതുപോലെ തന്നെ FD ഇടുന്നത്, അതിലുള്ള മാറ്റങ്ങൾ. അപ്പോൾ ബാങ്കിങ്ങിൽ തന്നെ ഇൻഫ്ലേഷൻ അനുസരിച്ച് മാറ്റങ്ങൾ വരും. ഇൻകം റിട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴേക്കും ഇൻഫ്ലേഷൻ ക്യാൻ എഫക്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. അപ്പം ബെനിഫിറ്റിംഗ് ഡെപ്റ്റേഴ്സ് ബട്ട് ഇറോഡിങ് ദ പർച്ചേസിങ് പവർ ഓഫ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ അതെന്ന് പറയുമ്പോഴേക്കും ഇൻഫ്ലേഷൻ കൂടുന്നതനുസരിച്ച് ഇപ്പോൾ ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലായിരിക്കും ചിലപ്പം കടം കൊടുക്കുന്നത്. അപ്പം ഇൻഫ്ലേഷൻ അതിനേക്കാളും കൂടുതലാണെങ്കിൽ അപ്പം ആ ഇൻട്രസ്റ്റ് റേറ്റ് ശരിക്കും നഷ്ടമാണല്ലോ. അതായത് ഇൻഫ്ലേഷൻ റേറ്റ് ഇപ്പോൾ 9% ആണ്, ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 8%. ഇപ്പോൾ നമ്മളൊരു ആളുടെ നിന്ന് കടം വാങ്ങിച്ചത്, അപ്പം ഇൻഫ്ലേഷൻ റേറ്റ് ഓൾറെഡി 9% ഉണ്ട്. അപ്പോൾ അതിൽ 1% ഈ കടം വാങ്ങിച്ച ആൾക്ക് ലാഭമാണ്. കാരണം ഈ 8% ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്ന ഒരാൾക്ക് അത് നഷ്ടമാണ്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. മോഡറേറ്റ് ഇൻഫ്ലേഷൻ റേറ്റ് ആണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതിനകത്ത് കൂടും. പിന്നെ ഇൻഫ്ലേഷൻ വരുമ്പോഴേക്കും വേജിൽ അതിൽ മാറ്റം വരും. ഇൻഫ്ലേഷൻ കൂടുന്നതനുസരിച്ച് നമ്മുടെ ചിലവ് കൂടുമ്പോഴേക്കും വേജ് അതനുസരിച്ച് ചിലപ്പോൾ കൂടാനും ചാൻസസ് ഉണ്ട്. പിന്നെ ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് എന്ന് പറയുമ്പോഴേക്കും ഈ
ചില കൺട്രീസിൽ നമുക്കറിയാം, ഇന്ത്യയിലൊക്കെ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ലേബർ ഇവിടെ ചീപ്പാണ്. അപ്പം ഇൻട്രസ്റ്റ് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതനുസരിച്ച് റിട്ടേൺസ് കൂടുമെന്നാണ് പറയുന്നത് മാർക്കറ്റിലൊക്കെ. അപ്പോൾ അതനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോഴേക്കും ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ലേബർ ചാർജസ് ചിലപ്പോൾ കൂടും. അപ്പോൾ അതനുസരിച്ച് ഗ്ലോബൽ ലെവലിൽ ചിലപ്പോൾ നമുക്കത് പ്രശ്നമാകാം, ചിലപ്പോൾ അത് നല്ലതും ആകാം. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുവാണെങ്കിൽ വേജസ് കുറയും, അതനുസരിച്ച് ടെക് കമ്പനീസൊക്കെ ആണെങ്കിലും മാനുഫാക്ചറിങ് കമ്പനീസ് ആണെങ്കിലും ഇവിടെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റും അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരും. ടാക്സേഷൻ എഫക്ട്സ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷൻ ക്യാൻ എഫക്ട് റിയൽ വാല്യൂ ഓഫ് ടാക്സസ് ലീഡിങ് ടു ഇൻക്രീസ് ടാക്സ് റവന്യൂ ഫോർ ദ ഗവൺമെൻറ്. അതായത് എന്താ, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതനുസരിച്ച് എന്താ, ടാക്സ് റേറ്റ് ചിലപ്പോൾ സെയിം ആയിരിക്കും, ഇത്ര 30% ആയിരിക്കും ഇൻകം ടാക്സ് ഒക്കെ വരുന്നത്. പക്ഷേ ഈ 30%-നുള്ളിൽ വരുന്ന എമൗണ്ട് നേരത്തെ 10,000 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 15 കാണും. അപ്പം അങ്ങനെ വ്യത്യാസങ്ങൾ വരും. കോസസ് ഓഫ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താ, ഒന്നെന്ന് പറയുന്നത് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. അതായത് എന്താണ്, കൺസ്യൂമറിന് ഒരു സാധനം വാങ്ങിക്കാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങി, ആ പ്രോഡക്റ്റ് ഭയങ്കര ഡിമാൻഡായിരിക്കും. അപ്പോൾ ഡിമാൻഡ് കൂടുതലായിരിക്കും, പക്ഷേ ആ സാധനത്തിൻ്റെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ ആ സാധനത്തിൻ്റെ എണ്ണം കുറയുന്നതനുസരിച്ച് എന്താ, ഭയങ്കര ഡിമാൻഡ് വരുമ്പോൾ ആൾക്കാർ, ഈ വിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും, ഇതിൻ്റെ റേറ്റ് കൂട്ടും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് കൂടുമ്പോഴേക്കും പ്രൈസ് അതനുസരിച്ച് കൂടുവാണല്ലോ. അപ്പോൾ അവിടെ ഒരു ഇൻഫ്ലേഷൻ വരും. അപ്പോൾ ഈ ഡിമാൻഡ് അനുസരിച്ച് എന്നാൽ സപ്ലൈയിൽ കുറവും വരുമ്പോഴേക്കും ഉള്ള ഇൻഫ്ലേഷനാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. കോസ്റ്റ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോഴേക്കും എന്താണ്, ഈ റോ മെറ്റീരിയലിൻ്റെ പ്രൈസ് കൂടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്രോളിൻ്റെ പ്രൈസ് കൂടിയപ്പോഴേക്കും എന്ത് പറ്റി, ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടിയപ്പോഴേക്കും ഇൻടേൺ ആ വെജിറ്റബിൾ, ഇതെന്താണോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, വെജിറ്റബിൾസ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് റേറ്റും കൂടും. ഓക്കെ, അതാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ബിൽറ്റ് ഇൻ ഓർ വേജ് പ്രൈസ് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോഴേക്കും വേജസും പ്രൈസും തമ്മിലുള്ള ഇൻഫ്ലേഷനാണ്. വേർ ഹയർ വേജസ് ലീഡ് ടു ഹയർ പ്രൈസസ്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ നമുക്ക് ഒത്തിരി സാലറി കിട്ടുന്നതാണെങ്കിൽ നമ്മൾ കൂടുതൽ പ്രൈസ് കൂടിയ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ എല്ലാവർക്കും നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം കിട്ടുന്നെങ്കിൽ എന്ത് പറ്റും, അതനുസരിച്ച് ആൾക്കാർ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അതനുസരിച്ച് പ്രൈസിങ് മാറ്റും. അപ്പോൾ അതാണ് ആ ഒരു ബിൽറ്റ് ഇൻ അല്ലെങ്കിൽ വേജ് പ്രൈസ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പിന്നെ മോണിറ്ററി ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഇൻ മണി സപ്ലൈ ഗിവിങ് കൺസ്യൂമേഴ്സ് മോർ പർച്ചേസിങ് പവർ. അതായത് പൈസയുടെ അളവ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി മാർക്കറ്റിൽ കൂടുമ്പോഴേക്കും എല്ലാവരുടെയും പൈസയുണ്ട്, അപ്പോൾ ആൾക്കാർ പൈസ സ്പെൻഡ് ചെയ്യുന്ന കൂടും. അപ്പോൾ പൈസയുടെ അളവ് കൂടുമ്പോഴേക്കും നാച്ചുറലി മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ വരും. പിന്നെ സപ്ലൈ ഷോക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം നമ്മുടെ റഷ്യ വാർ വന്നപ്പോഴേക്കും എന്ത് പറ്റി, റഷ്യ വാർ വന്നപ്പോഴേക്കും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കൂടി. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കൂടിയപ്പോഴേക്കും നാച്ചുറലി എന്ത് പറ്റി, പെട്രോളും ഡീസലിൻ്റെ വില കൂടി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും അവിടെ ഇൻഫ്ലേഷൻ കൂടി. അതാണ് സപ്ലൈ ഷോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ബിൽറ്റ് ഇൻ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ പീപ്പിൾ എക്സ്പെക്ട് പ്രൈസസ് ടു റൈസ് ഇൻ ദ ഫ്യൂച്ചർ, ദേ മേ അഡ്ജസ്റ്റ് ദെയർ ബിഹേവിയർ അക്കോർഡിംഗ്ലി കോൺട്രിബ്യൂട്ടിംഗ് ടു ഇൻഫ്ലേഷൻ. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇൻഫ്ലേഷൻ ഡൈനാമിക്സ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ കേസിൽ എന്താണ്, ഇൻ ഇന്ത്യ with this diverse population and economic disparities, impact to inflation is particularly significant. അതായത് നമ്മുടെ ഇന്ത്യയുടെ കേസിൽ എല്ലാ കാറ്റഗറിയിലെ ആൾക്കാരെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ എക്കണോമിക് ഡിസ്പാരിറ്റീസ് ഉള്ള സ്ഥിതിക്ക് ഓരോ ഇൻഫ്ലേഷനിൽ ചെറിയ ഇമ്പാക്റ്റ് പോലും ഭയങ്കരമായിട്ട് എക്കണോമിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം, ഈ ഫിൻടെക് കമ്പനീസ് ഉണ്ട്. ഓക്കെ, ഫിൻടെക് കമ്പനീസ് ഭയങ്കരമായിട്ട് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. RBIയുടെ കീഴിൽ ഭയങ്കരമായിട്ട് റെഗുലേഷൻസ് ഉള്ള ഒരു ഇതാണ്. അതാണ് ഈ കംപ്ലയൻസ് ഒന്നും ഫില്ല് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പേടിഎമ്മിനെയൊക്കെ ബാൻ ചെയ്യുന്ന ഒരു സിനാരിയൊക്കെ വന്നേക്കുന്നത്, അല്ലെങ്കിൽ അവരെ മാറ്റുന്ന ഒരു സിനാരിയൊക്കെ വന്നത്. കാരണം ഈ പേടിഎം അതുപോലുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോഴേക്കും 20-30 മില്യൺ ഇന്ത്യൻസ് ആണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഫേംസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ ഇവർ ഇച്ചിരി റേറ്റ് കൂട്ടി, ഇപ്പോൾ ട്രാൻസാക്ഷൻ ചാർജസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും എന്താ, ആ പ്രൈസ് കൂടുവാണല്ലോ, ആ സാധനത്തിൻ്റെ പ്രൈസ്, ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടുവാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൂടുമ്പോഴേക്കും എന്താ, ആൾക്കാരുടെ ചിലവ് കൂടും. അപ്പം അവിടെ ഒരു ഈ RBIക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഉള്ളൊരു ഇൻഫ്ലേഷൻ അവിടെ കൂടുവാണ്. ഓക്കെ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ ഫിൻടെക്കിലുണ്ട്. ഇതിനകത്തൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഇതൊരു മിഡിൽ ക്ലാസ് ലെവലിൽ ഉള്ള ആൾക്കാരെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം എക്കണോമിക് ഡിസ്പാരിറ്റീസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. പിന്നെ റോൾ ഓഫ് RBI എന്ന് പറയുന്നത്, RBI യൂസസ് വേരിയസ് മോണിറ്ററി പോളിസി ടൂൾസ്. അപ്പോൾ നമ്മൾ നേരത്തെ ന്യൂസിൽ പറഞ്ഞതെന്ന് റെപ്പോ റേറ്റ്, റിവേഴ്സ് റെപ്പോ റേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന സിനാരിയോ ഉണ്ട്.
ഇന്ത്യയിലെ സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എനർജി പ്രൈസസ്, പിന്നെ ക്രൂഡ് ഓയിൽ, പിന്നെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ പ്രൈസ് മാറ്റുന്നത്. പിന്നെ ഡിമാൻഡ് സൈഡ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ റൈസിങ് ഇൻകം, കൺസ്യൂമറിൻ്റെ സ്പെൻഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ഡിമാൻഡ് കൂടും, അതനുസരിച്ച് ഇൻഫ്ലേഷൻ്റെ റേറ്റും കൂടും. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രിലിംസ് പെർസ്പെക്റ്റീവിലൊക്കെ നമ്മൾ നോക്കുമ്പോഴേക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, പ്രിലിംസ് പെർസ്പെക്റ്റീവ് അതുപോലെ തന്നെ മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ, അതുപോലെ തന്നെ ഗവർണേഴ്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ് ഒക്കെ പറയുന്ന സ്പീച്ചുകൾ നമുക്ക് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, ഇതിൽ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ സ്റ്റേറ്റ് ഹുഡിനെ പറ്റി നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. ഓക്കെ, അതിൽ 370 കുറിച്ചും ആർട്ടിക്കിൾ 370 മാറ്റിയതിന് ശേഷം സ്റ്റേറ്റിൽ വന്ന മാറ്റങ്ങൾ, പിന്നെ സ്റ്റേറ്റിലെ എലക്ഷൻസിനെ പറ്റി പറയുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, സ്റ്റേറ്റ് ഹുഡിനെ പറ്റിയും അവിടെ അസംബ്ലി ഇലക്ഷൻസ് നടക്കുന്നതിനെ പറ്റിയും പിന്നെ അവിടുത്തെ വോട്ടർ ഡൈനാമിക്സ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇലക്ഷൻസ് നടക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഡൈനാമിക്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ പ്രൈം മിനിസ്റ്ററിൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഓപ്പോസിഷൻ പാർട്ടിയുടെ ക്രിട്ടിക്സ് ഒന്നും നമ്മൾ അത്ര നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വാട്ട് ഈസ് ദ സ്റ്റാൻഡ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഓൺ പോളിസീസ് റിലേറ്റഡ് ടു ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ, പിന്നെ എന്താണ് ഈ ഫ്യൂച്ചർ, വാട്ട് ഈസ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ ഓൺ ജമ്മു ആൻഡ് കാശ്മീർ ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ പ്രോമിസ് ചെയ്തേക്കുന്നത് സ്റ്റേറ്റ് ഹുഡാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ. അതായത് ജമ്മു ആൻഡ് കാശ്മീരിൽ സ്റ്റേറ്റ് ഹുഡ് റീസ്റ്റോർ ചെയ്യും, അസംബ്ലി ഇലക്ഷൻസ് പ്രോപ്പറായിട്ട് റൺ ചെയ്യും. ഓക്കെ, പക്ഷേ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ടൈം ലൈൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ സ്റ്റേറ്റ് ഹുഡ് തരുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പം അതിൽ ലെജിസ്ലേറ്റേഴ്സും മിനിസ്റ്റേഴ്സും ഒക്കെ വരും. അപ്പോൾ ആൾക്കാരുടെ ആസ്പിറേഷൻസ് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഇപ്പോൾ യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ള ജമ്മു ആൻഡ് കാശ്മീരിൽ കൊണ്ടുവരും. അപ്പോൾ ഈ ആർട്ടിക്കിൾ 370 മാറ്റി കഴിഞ്ഞപ്പോഴേക്ക് എന്തായിരുന്നു വന്നത്? ഇപ്പം ഈ 370 ഉണ്ടായിരുന്ന സമയത്ത് ജമ്മു ആൻഡ് കാശ്മീർ സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, സെപ്പറേറ്റ് ഫ്ലാഗ് ഉണ്ടായിരുന്നു. അവിടെ ഇന്ത്യൻസ് ആയിട്ടുള്ള മറ്റ് സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് സ്ഥലം വാങ്ങിക്കാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡുകൾ, IPC അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇന്ത്യയുടെ പാർട്ടാക്കി, കംപ്ലീറ്റ് പാർട്ടാക്കി കൊണ്ടാണ് 370 എന്ന് പറയുന്ന ആർട്ടിക്കിൾ മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ അത് മാറ്റി കഴിഞ്ഞപ്പോഴേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നേക്കുന്നതെന്നാണ് പ്രൈം മിനിസ്റ്റർ പറയുന്നത്. പ്രൈം മിനിസ്റ്റർ എക്സ്റ്റോൾ ദ പോസിറ്റീവ് ഇമ്പാക്ട് ഓഫ് റിമൂവൽ ഓഫ് ആർട്ടിക്കിൾ 370. ഹി സ്റ്റേറ്റഡ് ദാറ്റ് ടെററിസം, സെപ്പറേറ്റിസം ആൻഡ് സ്റ്റോൺ ത്രോയിങ് എന്ന് പറയുന്നത് എന്താണ്, ജമ്മു ആൻഡ് കാശ്മീരിൽ ഇപ്പോൾ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നില്ല. അതുപോലെ തന്നെ എന്താണ് ഈ പ്രൈം മിനിസ്റ്റർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒപ്പോസിഷൻ പാർട്ടീസിന് ശരിക്കും ഒരു പ്രോപ്പർ സ്റ്റാൻഡ് എടുക്കാൻ പറ്റിയിട്ടില്ല ഈ 370 റിമൂവ് ചെയ്തതിനെ പറ്റി. അപ്പോൾ അതും കൂടി പറയുന്നുണ്ട്. നമ്മളത് നമ്മുടെ സിലബസ് ബേസ് ചെയ്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമല്ല, ജസ്റ്റ് അതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ജമ്മു ആൻഡ് കാശ്മീരിൽ വേറൊരു പ്രശ്നം എന്ന് പറയുമ്പോഴേക്കും ജമ്മു വോട്ടേഴ്സ്, എസ്പെഷ്യലി ഹിന്ദു മജോറിറ്റി ഏരിയാസിലുള്ളത് റിസെൻറ്റ്ഫുൾ ആണ്. കാരണം ഒരു യൂണിയൻ ടെറിട്ടറിയുടെ സ്ഥാനത്തോട്ടാണ് ജമ്മു ആൻഡ് കാശ്മീരിനെ തഴയപ്പെട്ടിരിക്കുന്നത്. അപ്പം അവിടെ ആൾക്കാർക്ക്, അവിടെ നമുക്കറിയാം യൂണിയൻ ടെറിട്ടറി കൺട്രോൾ വരുന്ന പ്രസിഡന്റിനാണ്. അവിടെ പ്രോപ്പർ റെപ്രസെൻറ്റേഷൻ കുറവാണ്. ഇപ്പോൾ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ഇത് കുറവാണ്. കാരണം അവിടെയുള്ള എല്ലാ ലിസ്റ്റുകളിലെയും കൺട്രോൾ വരുന്ന ആരുടെയിലാണ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. ഓക്കെ, അപ്പോൾ ദർ ഈസ് ഫ്രസ്ട്രേഷൻ ഓവർ ദ ഫെയിലിയർ ടു ഹോൾഡ് അസംബ്ലി ഇലക്ഷൻസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻഡിക്കേറ്റ്സ് ദ ഗവൺമെൻറ്റ്സ് ഇൻറ്റൻഷൻ ടു റീസ്റ്റോർ സ്റ്റേറ്റ്ഹുഡ് ആൻഡ് ഹോൾഡ് അസംബ്ലി ഇലക്ഷൻസ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. ടൈം ലൈൻ പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ്. അതായത് ഫ്യൂച്ചറിൽ ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റ്ഹുഡ് കൊടുക്കും. പിന്നെ നമുക്കറിയാം ഇത് മാറി കഴിഞ്ഞപ്പോഴേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ആ സ്റ്റേറ്റ് വന്നിട്ടുണ്ട് നമ്മൾ നോക്കി. പിന്നെ ഇനി നോക്കാൻ പോകുന്ന ഈ കറണ്ട് കേസ് സിനാരിയോയിൽ നമുക്കറിയാം ലഡാക്ക് എന്ന് പറയുന്ന ഒരു യൂണിയൻ ടെറിട്ടറി ഉണ്ട്. ലേയും കാർഗിലും തമ്മിൽ കൂട്ടിച്ചേർത്ത് ആ രണ്ട് ഡിസ്ട്രിക്റ്റും കൂട്ടിച്ചേർത്താണ് ലഡാക്ക് ഫോം ചെയ്തേക്കുന്നത്. പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് യൂണിയൻ ടെറിട്ടറീസിൻ്റെ കറണ്ട് കേസ് സിനാരിയോ, ഇത് നേരത്തെ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റേറ്റ് ആയിരുന്നു, അത് മാറിയിട്ടാണ് ഈ രണ്ട് യൂണിയൻ ടെറിട്ടറി ആയിട്ടുള്ളത്. അപ്പോൾ ഈ യൂണിയൻ ടെറിട്ടറീസിൻ്റെ കറണ്ട് കേസ് സിനാരിയോ എന്താണെന്ന് നമ്മൾ നോക്കുന്നത്. അതായത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 144th ബർത്ത് ആനിവേഴ്സറിയിലാണ് ഈ രണ്ട് സ്റ്റേറ്റും ഉണ്ടാകുന്നത്. ഇപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ആ ഒരു ഡേറ്റ് എടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലോട്ട് ഇന്ത്യനെ കൊണ്ടുവരുന്നത്. അതായത് വിഭജിച്ച് കിടന്ന മെനി പ്രിൻസ്ലി സ്റ്റേറ്റിനെ ഇന്ത്യൻ യൂണിയനിലോട്ട് കൊണ്ടുവരാനായിട്ട് മുൻകൈ എടുത്ത ആളാണ് സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, അതാണ് അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ സർദാർ വല്ലഭായ് പട്ടേലിനെ പറയുന്നത്. അതാണ് ഇവർ ഈ BJP ഗവൺമെൻറ്റോ സെൻട്രൽ ഗവൺമെൻറ് അത്രയും റെസ്പെക്റ്റ് കൊടുക്കാനായിട്ടുള്ള കാരണം.
സർദാർ വല്ലഭായ് പട്ടേൽ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന നമ്മൾ ഈ കാണുന്ന ജോഗ്രഫിക്കൽ ടെറിട്ടറി ഉണ്ടാകാനായിട്ട് കാരണമായത്. ഓക്കെ, പിന്നെ പ്രസിഡൻസ് റൂൾ ഇമ്പോസ് ചെയ്തായിരുന്നു ജമ്മു ആൻഡ് കാശ്മീരിൽ അൺഡിവൈഡ് ആയിട്ട സമയത്ത്. പിന്നെ അത് റിവോക്ക് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലാഗ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പീനൽ കോഡൊക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. പിന്നെ ഇത് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും IPC ഒക്കെ ഈ ജമ്മു കാശ്മീരിനും ലഡാക്കിലോട്ട് എക്സ്റ്റെൻഡ് ആയി. ഇന്ത്യൻ പീനൽ കോഡായിരുന്നു അവിടെ വന്നത്. പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയിൽ 114 മെമ്പർ ഇലക്റ്റഡ് അസംബ്ലി ഉണ്ട്, ഒരു ചീഫ് മിനിസ്റ്റർ ഉണ്ട്. ലഡാക്കിൻ്റെ കേസിൽ എന്താണ്, അത് ലെഫ്റ്റനൻറ്റ് ഗവർണറാണ് ഡയറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുന്നത്. അവിടെ അസംബ്ലി ഇല്ല, അതുകൂടി ഓർത്തിരിക്കണം കേട്ടോ, അവിടെ അസംബ്ലി ഇല്ല. പിന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു ആൻഡ് കാശ്മീരിൽ അസംബ്ലി ഉണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്. മാക്സിമം സ്ട്രെങ്ത് വരുന്നത് 114 മെമ്പേഴ്സാണ്. ഇവിടെ അസംബ്ലി ഹാവ് ദ പവർ ടു മേക്ക് ലോസ് ഫോർ യൂണിയൻ ടെറിട്ടറി എക്സെപ്റ്റ് ഓൺ സബ്ജക്ട്സ് റിസർവ്ഡ് ഫോർ പാർലമെൻറ്റ്. യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ വിൽ ഹാവ് എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ചീഫ് മിനിസ്റ്റർ. Council of Ministers will aid and advise Lieutenant Governor in exercising his or her functions. അപ്പോൾ ഈ റെപ്രസെൻറ്റേഷൻ ഇൻ പാർലമെൻറ്റ് എങ്ങനെ, ഈ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിക്ക് 5 സീറ്റുണ്ട് ലോക്സഭയിൽ, രാജ്യസഭയിൽ 4 സീറ്റ്സ് ഉണ്ട്. പക്ഷേ യൂണിയൻ ടെറിട്ടറി ലഡാക്കിൻ്റെ കേസിൽ 1 സീറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ന്യൂസ് നമ്മുടെ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ഉള്ളൊരു ന്യൂസാണ്. അത് ജസ്റ്റ് ഒരു ആർട്ടിക്കിളായിരുന്നു. അതിൽ ചൈന ഡിഫൻസ് സെക്യൂരിറ്റി ഓഫർ ടു തോങ്ക ഫോർ പസഫിക് ഐലൻഡ് സബ്മിറ്റ്. ഓക്കെ, അത് ഒരു ന്യൂസ് വന്നതാണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഈ തോങ്ക ഐലൻഡ് എവിടെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് സൗത്ത് പസഫിക്, അതായത് ഈസ്റ്റ് ഓഫ് ഓസ്ട്രേലിയ യിലുള്ള ഒരു ഐലൻഡാണ് തോങ്ക എന്ന് പറയുന്നത്. ഓക്കെ, അത് സൗത്ത് പസഫിക് ഓഷ്യനിലാണ് ഉള്ളത്. അവിടെ നമ്മൾ ഒരു 2022 ഈ തോങ്ക എന്ന് പറയുന്ന ഐലൻഡ് ന്യൂസിൽ വരാൻ കാരണമുണ്ട്. കാരണം ആ സമയത്ത് ഹുങ്ക തോങ്ക, ഹുങ്ക ഹപ്പായി എന്ന് പറയുന്ന ഒരു വോൾക്കാനോ ഇറപ്ഷൻ അവിടെ നടന്നിരുന്നു. അപ്പോൾ ആ വോൾക്കാനോ ഇറപ്ഷൻ നടന്നുകൊണ്ടാണ് ആ സമയത്ത് അത് ന്യൂസിൽ വന്നത്. ഇപ്പം ന്യൂസ് വന്നത് അതിൻ്റെ സെക്യൂരിറ്റി ഓഫറിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ചൈന മുന്നോട്ട് വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇതിന് സറൗണ്ടിങ് ആയിട്ടുള്ള ഐലൻഡ്സ് വേണമെങ്കിൽ നോക്കിയേക്കാം. വനറ്റാവ്, സോളമൻ ഐലൻഡ്സ്, ഫോയ്, പിന്നെ ന്യൂ കൽഡോനിയ, പപ്പന്യൂഗിനിയ, അങ്ങനെയുള്ള ഇതുണ്ട്. പിന്നെ ഇത് താഴെയാണ് ന്യൂസിലാൻഡ് വരുന്നത്. പിന്നെ അടുത്തുള്ള കോണ്ടിനെൻറ്റ് ഓസ്ട്രേലിയ ആണ്. അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കുക. അതാണ് ഈ തോങ്കോ ഐലൻഡിനെ റിലേറ്റഡ് ആയിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് എഡിറ്റോറിയലൊക്കെ ഉണ്ടായിരുന്നു. എഡിറ്റോറിയലൊക്കെ ബേസിക്കലി നമുക്ക് ഓൾറെഡി റിപ്പീറ്റ് ചെയ്യുന്ന ടോപ്പിക്കുകളൊക്കെയാണ് എഡ്യൂക്കേഷനെ പറ്റിയൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇപ്പം പ്രിലിംസ് പെർസ്പെക്റ്റീവിലാണ് കൂടുതൽ നമ്മൾ ന്യൂസ് എടുത്തത്. ഇൻഫ്ലേഷനെ പറ്റിയൊക്കെ ആണെങ്കിലും ഇൻഫ്ലേഷൻ്റെ ട്രെൻഡ് ബേസ് ചെയ്തിട്ട് UPSC ചോദിച്ചിട്ടുണ്ട്. പക്ഷേ UPSC കൂടുതലും ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ളത് ഇൻഫ്ലേഷൻ ഇൻസ്ട്രുമെൻസിനെ പറ്റിയാണ്, ഈ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻസിനെ പറ്റിയാണ്. അപ്പോൾ ഈ മോണിറ്ററി പോളിസി ഞാൻ കഴിഞ്ഞ സാറ്റർഡേയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ നോക്കണം. ആ കഴിഞ്ഞ ന്യൂസിൽ നമ്മൾക്ക് ഓൾറെഡി മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് UPSC ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ ഇൻസ്ട്രുമെൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ ക്വസ്റ്റ്യൻസ് നോക്കുക, PYQs എടുത്ത് നോക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും നോക്കുക. ഓക്കെ, ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കാഞ്ഞത്. പിന്നെ അതിൻ്റെ ട്രെൻഡ് അനാലിസിസ് മാത്രമേ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.